എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞങ്ങൾ സുഖമായിരിക്കുന്നു. നമ്മളിന്ന് മെയ് മാസത്തിൽ നടാവുന്ന 10 തരം പച്ചക്കറികളെക്കുറിച്ചാണ്. അതിൽ 10 തരത്തിൽ ഇന്ന് ഒരു തരം നമ്മൾ പച്ചക്കറി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഏറ്റവും എളുപ്പം നമുക്ക് കൃഷി ചെയ്യാവുന്നതും വളരെ നല്ലതുപോലെ കായ ഒക്കെ ഉണ്ടാക്കുന്നതുമായ ഒരു പച്ചക്കറിയാണ്. അത് നമ്മുടെ വഴുതനയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഇടയ്ക്ക് ഷാളൊക്കെ ഊരിപ്പോകുന്നു. അപ്പോൾ നമ്മളിന്ന് വഴുതന എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ 2 തരത്തിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ 2 തരത്തിൽ ചെയ്താലും നിറച്ചും കാകളുണ്ടാകും. നല്ലതുപോലെ നമുക്ക് കാകളുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിത് 2 തരത്തിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അങ്ങനെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതിന് മുമ്പ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് കൃഷി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെടിച്ചട്ടിയിലും അല്ലാതെ ഗ്രോ ബാഗിലും നമ്മൾ സിമെൻറ്റ് ചാക്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ആദ്യം നമ്മളിതിലോട്ട് കുറച്ച് കരികല വാരി ഇടുക കേട്ടോ. നല്ലതുപോലെ നമ്മൾ കരികല, അപ്പോൾ നമുക്ക് അധികം മണ്ണൊന്നും ആവശ്യമില്ല. ഇങ്ങനെ കരികല വാരിയിട്ട് നിറയ്ക്കുമ്പോൾ ഒത്തിരി മൊത്തം കരികല നിറയ്ക്കാമല്ലോ കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ എൻ്റെ അച്ചാച്ചൻ ഒത്തിരി പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിൽ വാഴയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാഴ, നമ്മൾ ഈ വാഴയുടെയൊക്കെ കൊല വെട്ടിക്കഴിയുമ്പോൾ ഉണ്ടാവുമല്ലോ വാഴയുടെ ആ വാഴപ്പിണ്ടി വെച്ചാൽ അതിൻ്റെ പിണ്ടിക്ക് എന്ത് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ അകത്തുണ്ടല്ലോ ഒരു ട്യൂബ് ലൈറ്റ് പോലെ, അതിനല്ല നമ്മൾ പിണ്ടി എന്ന് പറയുന്നത്. അതിന് പുറത്തുള്ള ആ ഒരു കട്ടിയുള്ള തണ്ടില്ലേ, ആ തണ്ട് പിന്നെ ഇങ്ങനെ വെട്ടി ആ പച്ചക്കറിയുടെ ചുവട്ടിൽ കൂട്ടുമായിരുന്നു. ആ തണ്ട് കൂട്ടിയിട്ടോ അത് നമ്മൾ പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണും കൂടി ചേർക്കും. അപ്പം നല്ല ഈർപ്പമൊക്കെ നമ്മുടെ പച്ചക്കറികളുടെ ചുവട്ടിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് അതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അതേ വാഴപ്പിണ്ടി കണ്ടോ, നമ്മുടെ വാഴയുടെ ആ പിണ്ടി എടുത്തിട്ട് അത് നമ്മൾ അച്ചാറിടാനും തോരൻ വെക്കാനും ഒക്കെ എടുക്കും. ഇതിന് പുറത്തുള്ള ഇതാട്ടോ, അത് ഞാൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചതാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് മതി കേട്ടോ, ഒത്തിരി മണ്ണൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് നല്ലതുപോലെ കായുണ്ടാകും, നല്ലതുപോലെ പൂവൊക്കെ ആയി നല്ലതുപോലെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. നോക്കിയേ, ഇത് കുറച്ച് നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് നല്ലൊരു വളവാട്ടോ, നല്ലപോലെ ഈർപ്പം കിട്ടും. 2 ദിവസം നമ്മളിപ്പോൾ നനച്ചില്ലേലും ഇങ്ങനെയൊക്കെ അടിയിലിട്ട് കൊടുക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ അങ്ങ് നിന്നോളും. പെട്ടെന്നൊന്നും വാടി പോവുകയല്ല കേട്ടോ. താണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് മണ്ണിടാതെ നമുക്കിനി കുറച്ച് മണ്ണിട്ടോ. മണ്ണെന്ന് പറയുമ്പോൾ ഇത് ഞാൻ നമ്മുടെ ചാരം, ചാണകപ്പൊടി, കുമ്മായം എല്ലാം കൂടി ചേർത്ത് 10-20 ദിവസം മുമ്പ് 10-20 ദിവസം മുമ്പ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാട്ടോ. നമ്മുടെ ആ മണ്ണിൻ്റെ പുളിരസമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അടച്ച് ഈ മണ്ണ് ഞാൻ മൂടിയിട്ടിരിക്കുമായിരുന്നു. നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് വളങ്ങൾ ഇതിലോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഇത്രയും മതി കേട്ടോ. എൻ്റെ കല്ലൊക്കെ ഒന്ന് പെറുക്കി, ഞാനിത് ആദ്യം നമ്മൾ കൃഷി ചെയ്ത മണ്ണാണ് കേട്ടോ ഇത്. പിന്നെ ഗ്രോ ബാഗിലും സിമെൻറ്റ് ചാക്കിലൊക്കെ ഉണ്ടായിരുന്ന മണ്ണ് അതെല്ലാം എടുത്തൊന്നുകൂടി ശരിയാക്കി വളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടതിന് ശേഷം എടുത്ത മണ്ണാട്ടോ ഇത്. അതുകൊണ്ട് ഇതിങ്ങനെ കല്ലൊക്കെ കൊണ്ട് ഇടയ്ക്കൊക്കെ ഇത് ആദ്യം നമ്മൾ ചാക്കിലായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിലോട്ട് കുറച്ച് ചാണകപ്പൊടി, ആട്ടുംകാട്ടും കോഴിക്കാട്ടവും കൂടെ മിക്സ് ചെയ്തതാട്ടോ ഇത്. നമ്മൾ ആദ്യമേ ഈ മണ്ണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര അധികം കൂടുതലൊന്നും ഇതിലോട്ട് ഇടണ്ട. ഇത് കണ്ട് നമുക്ക് ഒരു ചെറിയ കുഴി പോലെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് ഞാൻ 2 ഇതായിട്ടാട്ടോ വെക്കുന്നത്. ഇത് കണ്ടോ, 2 ആയിട്ടാണ് വെക്കുന്നത്. കാരണം ഇത് ഞാൻ കുറച്ചിത് ചെറുപ്പത്തിൽ തന്നെ മാറ്റിയതാണ്. കാരണം എൻ്റെ കുഞ്ഞാണിത് നട്ടത്. അപ്പോൾ അവൾ പാകിയപ്പം ഞാൻ പാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് അങ്ങോട്ട് ഇതാക്കി പാകി. അപ്പം ആ ഒരു ഗ്രോ ബാഗിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ വിത്തായിപ്പോയി കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വളരാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറിച്ചു മാറ്റിയാണ്. ഇനി നമുക്ക് ഒരല്പം ചപ്പ്, ചൂടൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ചപ്പ് അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഒന്നിച്ച് വെള്ളം അങ്ങനെ കുത്തനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഒന്നിച്ച് വെള്ളം കുത്തനെ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മറിഞ്ഞങ്ങ് പോകും. ഇതിനത്ര ആരോഗ്യമില്ലല്ലോ, ആരോഗ്യമായി വരുന്നതേ ഉള്ളൂ, നമ്മൾ വളമൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അങ്ങനെ അടിച്ചു വാരിയിട്ട് എടുത്ത് വെച്ച് കരിയിലകളാട്ടോ. ഞാനിങ്ങനെ കരിയിലകളെല്ലാം എടുത്ത് ചാക്കിൽ കെട്ടി വെക്കും, തുറന്ന് വെക്കരുത് കേട്ടോ. ഇപ്പം പാമ്പും
അങ്ങനെ ഒത്തിരി ഉള്ളത് കൊണ്ട് ചൂടും കൂടി ആയതുകൊണ്ടേ നമ്മൾ എടുത്തിങ്ങനെ അടച്ച് കെട്ടി വെക്കുക, ചാക്കിൽ അടിച്ചു വരേൻ്റെ ബാക്കിയൊക്കെ കരികലകൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കരികളും കൂടി ഒത്തിരി കരികല ഉണ്ടാകുകയില്ല. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇത് വളർന്നും കിട്ടും. ഇനി നമുക്കിതിലോട്ട് ഒരു കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഇത് കുറച്ചും കൂടി ഒന്നൊരു വലിപ്പമൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ വളങ്ങളും പിന്നെ ജൈവ സ്ലറികളും ഒക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു രീതി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. ഇടയ്ക്ക് നമ്മൾ ഈ സൈഡിലൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. നമ്മളിത് കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് ഇത് വലുതാകുന്നതിനനുസരിച്ച് പിന്നെ നമ്മളൊരു കോല് ഇതിങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ നിന്നൊരു താങ്ങ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് വലുതായി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി വേറൊരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ പിന്നെ വഴുതന നട്ടുന്നേ നോക്കാം. നോക്കി ഒരിപ്പം ഞാനിങ്ങനെ പറിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് വാടി. ഇവിടുത്തെ ചൂട് കൊണ്ടാട്ടോ, നല്ല ചൂടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവനെ നമുക്ക് മണ്ണിലോട്ട് വെക്കാം. ഇവിടെ വാടി നിൽക്കുന്നത് ഇപ്പം ഇങ്ങനെ പറിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ രീതിയിൽ ഇങ്ങനെ നട്ടാലും നല്ല വിളവ് ഉറപ്പാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിത് നടന്നേക്ക് വാടിപ്പോയി നട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിന് മണ്ണാട്ടോ ചേർക്കുന്നത്, ഇതിനിടുന്നത്. മണ്ണെന്ന് പറയുമ്പോൾ ഇതെല്ലാം ചുണ്ണാമ്പും പിന്നെ ചാണകപ്പൊടിയും ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ഞാൻ ആദ്യത്തെ പോലെ തന്നെ മണ്ണുകട്ട മണ്ണിൽ നമ്മൾ കുമ്മായവും കോഴിക്കാട്ടവും ആട്ടുംകാട്ടും ചാണകപ്പൊടിയും മിക്സ് ചെയ്തതാണ്. ഒരു 15 ദിവസം മുമ്പ് ഇത് ഞാനിങ്ങനെ പുളിരസമൊക്കെ മാറാൻ വേണ്ടി ഇട്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനെടുത്ത് ഞാൻ ചാക്കുകളിൽ കെട്ടി വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു ചാക്കിട്ട് മൂടി അങ്ങനെ ഇട്ടിരിക്കും. അങ്ങനെ ഇട്ട മണ്ണാട്ടോ ഇത്. ഇനി ഇതിലോട്ട് നമുക്കിത് മണ്ണിൻ്റെ പുറത്തോട്ട് ഒരു കുറച്ച് മതി കേട്ടോ, ഒരു കുറച്ച് കരികല ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മേളിൽ കുറച്ച് 2 കുഞ്ഞിപ്പിള്ളേരുണ്ട്, ഒരു ഭയങ്കര കരച്ചിൽ. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. അപ്പോൾ നമ്മൾ ഇലയെല്ലാം ഇട്ടു. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചാണകപ്പൊടിയാട്ടോ ഇടുന്നത്. നമ്മൾ ചാണകപ്പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ ചെറിയ ഒരു കണ്ടോ ഒരു കുഴി ഉണ്ടാക്കുക. ആ കുഴിയിലോട്ട് നമ്മുടെ ഇത് ആകെ വാടി കണ്ടോ, ഇപ്പം ഇങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ. എന്നിട്ട് കൊടുക്കാം. ആകെ വാടി നിൽക്കുക. ഇനി നമ്മളിതിലോട്ട് അല്പം മണ്ണൊന്നിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ കൂടെ പിന്നെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് അങ്ങോട്ട് വാടുവാണ്. ഇത് വൈകുന്നേര സമയങ്ങളിൽ മാത്രമേ നമ്മൾ പറിച്ച് മാറ്റി വെക്കാവൂ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നെന്ന് വെച്ചിട്ട് ഇതുണ്ടാകുകയായിരുന്നല്ല കേട്ടോ. ഇത് നല്ല ഉസാറിൽ നാളെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ നിൽക്കും. ഇന്നിപ്പോൾ ഈ പറിച്ചതിൻ്റെ ഒരു ക്ഷീണത്തിലാട്ടോ ഇങ്ങനെ പറിച്ചത് ഏതിന്നാണ് നിങ്ങളെ കാണിച്ചു തരാം.